ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദൻ എവിടെയാണെന്ന് കണ്ടെത്താൻ പുതിയ പോലീസ് ഓഫീസർ വസുന്ധര ചോദ്യം ചെയ്യുന്നു. എന്നാൽ തങ്ങൾക്കറിയില്ലെന്ന് ദേവികയും പ്രഭാവതിയും വ്യക്തമാക്കുന്നു. നന്ദൻ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ തുറന്നു പറയണം. അങ്ങനെയെങ്കിൽ കേസ് നല്ല രീതിക്ക് ഒഴിവാക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇത് കേട്ട ദേവികയും പ്രഭാവതിയും, മേഡം സത്യമായിട്ടും അറിയില്ല നന്ദു എവിടെയാണെന്ന്. അത് MLA തന്നെ പറയണോ? MLA ആണല്ലോ എസ്തപ്പാന്റെ വീട്ടിലേക്ക് നന്ദനെ രായ്ക്ക് രാമായണം കടത്തിയത്, വസുന്ധര പറയുന്നു. ദേവിക ഇത് കേട്ട്, അതൊക്കെ ശരിയാണ് വസുന്ധര, പക്ഷേ യെസ് ഓർ നോ അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ദേവിക, അങ്ങനെ ഒരു യെസ് ഓർ നോയിൽ ഒതുക്കാൻ പറ്റില്ല മേഡം, അതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. വസുന്ധര, ഓ എന്ത് കഥകൾ? നിങ്ങൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ തിരക്കഥയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഞങ്ങളൊക്കെ ഏറെ പൊട്ടന്മാരാണോ? ദേവിക, മേഡം, ഞങ്ങൾ അങ്ങനെ സ്വയം രക്ഷിക്കാൻ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ പിടിപ്പുകേട് തന്നെയാണ്. വസുന്ധര, കേസ് കൊടുക്കണമായിരുന്നു, എന്നിട്ട് കാര്യങ്ങൾ നിയമപരമായിട്ട് നീക്കം ചെയ്യണമായിരുന്നു. ഇത് കേട്ട ദേവിക, കേസ് കൊടുത്തു മേഡം, എന്നിട്ട് എന്താ ഉണ്ടായത് എന്നുള്ള കാര്യം മേഡത്തിന് മുൻകൂട്ടി അറിയാൻ സാധിച്ചിട്ടുണ്ടല്ലോ. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ നന്ദുവിന്റെ കാര്യം അന്വേഷിക്കാനായിട്ട് മേഡം ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. മേഡത്തെ പോലെ പ്രഗത്ഭയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ വിചാരിച്ചാൽ എന്ന് പറയുമ്പോഴേക്ക് വസുന്ധര പറയാണ്, നിർത്ത് ദേവിക, MLA എന്നെ വല്ലാതെ പുകഴ്ത്തുകയൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. ദേവിക, പുകഴ്ത്തി കാര്യം നേടേണ്ട ആവശ്യം എനിക്കില്ല മേഡം, പക്ഷേ പറയേണ്ടത് പറയണമല്ലോ. പ്രഭാവതി, ഇതിപ്പോ എന്താ, വാദിയെ പ്രതിയാക്കുകയാണോ? ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ മോൻ എവിടെയാണെന്ന്. ഇതിനേക്കാൾ തമ്മിൽ ഭേദം ഐസക് കുരുവിള തന്നെയായിരുന്നു. അയാൾ കേസ് അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല ഞങ്ങളെ പ്രതിയാക്കാനും വന്നിട്ടില്ല. സത്യം പറയാലോ, ഈ നിയമപാലകരൊക്കെ വെറുതെയാണ്. വസുന്ധര, അങ്ങനെ പറയല്ലേ മേഡം, ഞങ്ങളെ നിയമിക്കുന്നത് ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരാണല്ലോ. മേഡത്തിന്റെ മരുമകൾ സത്യസന്ധയായിട്ടുള്ള MLA ആണെന്ന് നാട്ടിലെ പാട്ട്. ആ MLA തന്നെ സത്യങ്ങൾ പറയട്ടെ, എവിടെയാണ് എന്താണ് കാര്യങ്ങളെന്ന്. എന്തായാലും നിങ്ങൾ 3 പേരും, അതുപോലെ ഒരു ജഡ്ജ് കൂടി ഉണ്ടല്ലോ ഇതിനു പുറകിൽ, അയാളും കൂടി സത്യം പറഞ്ഞാൽ മതിയാകും. ഇത് കേട്ട സിദ്ധാർത്ഥൻ, പ്രഭേ, ഇതിനൊക്കെ അന്വേഷണത്തിനൊരു ഭാഗമാണ്, അതുകൊണ്ട് മിണ്ടാതിരിക്കെ. ഇത് കേട്ട പ്രഭാവതി, അങ്ങനെ മോടി പിടിപ്പിക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല സാർ, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം മേഡം. മേഡത്തിനും ഒരു അമ്മയില്ലേ? ഒരു അമ്മയുടെ വിഷമം മനസ്സിലാക്കാനായിട്ട് മേഡത്തിന് സാധിക്കില്ലേ? മോൾ ഈ അമ്മയുടെ വിഷമം മനസ്സിലാക്കണം. കരഞ്ഞുകൊണ്ട് വസുന്ധരയുടെ കയ്യിൽ പിടിക്കുന്നു. ഇത് കണ്ട ദേവിക, സത്യമാ മേഡം ഞങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾക്കറിയില്ല. നന്ദുവിനെ ഞങ്ങൾ മാറ്റിയതൊക്കെ ശരി തന്നെയാണ്. ഞങ്ങൾ നിയമം കയ്യിലെടുക്കാൻ നോക്കിയതല്ല, മറിച്ച് നിയമം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരാതിരുന്നപ്പോൾ നീതി തേടി ഞങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ഇത് കേട്ട വസുന്ധര, ഞാൻ ഇന്നു മുതലാണ് ചാർജ് എടുത്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്ത് കാര്യം ചോദിച്ചും ഞാൻ വിളിക്കും. അപ്പോൾ കേസ് അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടും സഹകരിക്കണമെന്ന് കേട്ടപ്പോൾ ദേവിക, തീർച്ചയായിട്ടും മേഡം എന്ന് ഏത് രാത്രി വിളിച്ചാലും ഞങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു. അടുത്ത രംഗത്തിൽ ഷാരി വസുന്ധരയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കുന്നു. വസുന്ധര എത്രത്തോളം ശക്തിയായ ഓഫീസറാണെന്ന് ഷാരി രാധികയോടും മാധവനോടും വിശദീകരിക്കുന്നു. വസുന്ധര മേഡം ചാർജ് എടുത്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ കേസുകൾ തെളിയിച്ചിട്ടുള്ളതാണ്. ലഹരി വേട്ടയിൽ 10-20ഓളം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രാഷ്ട്രീയ തലവന്മാരായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. കൊലപാതക ഭീഷണി മറ്റും ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മേഡം കണക്കിലെടുത്തില്ല. മീര കേസടക്കം ഒരുപാട് കെട്ടിക്കിടന്ന് തെളിയിക്കപ്പെടാത്ത കേസുകളാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് അവർ വരും. നമ്മളൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, അതിനുള്ള ഉത്തരങ്ങൾ മാത്രം കൊടുത്താൽ മതി. കമ്പ്യൂട്ടർ പോലെയാണ് ഇവരുടെ തല, എല്ലാം സേവ് ചെയ്ത് വെച്ചോളും. അടുത്ത രംഗത്തിൽ നന്ദനും പ്രകാശും തടവറയിൽ മരുന്ന് നൽകി അവശനാക്കി വെച്ചിരിക്കുന്ന നന്ദനെയാണ് കാണിക്കുന്നത്. തന്നെ വീട്ടുകാരെ കാണാൻ അനുവദിക്കണമെന്ന് ഗുണ്ടയായ പ്രകാശിനോട് അപേക്ഷിക്കുന്നു. ഇത് കുടിച്ചേ പ്രകാശ്. നന്ദൻ ഇപ്പോൾ ഓക്കെ അല്ലേ? ഉഷാറായല്ലോ നന്ദൻ. ഇല്ല പ്രകാശ്, മരണം എന്നെ തേടിത്തിട്ടായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ കാലുകളിലെല്ലാം വല്ലാത്തൊരു തരിപ്പ് പോലെ. എനിക്ക് എൻ്റെ വീട്ടുകാരെ ഒന്ന് കാണണം. എനിക്ക് എൻ്റെ ദേവിയെ ഒന്ന് അവസാനമായിട്ട് കാണണം. പ്രകാശ് എന്നെ അനുവദിക്കണം. ഇത് കേട്ട പ്രകാശ്, ഏയ് താനിപ്പോൾ ഓക്കെയാണ്, ഇങ്ങനെയൊന്നും പറയല്ലേ നന്ദൻ. ഇല്ല പ്രകാശ്, സത്യമാ ഞാൻ ഈ പറയുന്നേ. അവസാനമായിട്ട് അവരെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്താ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നോളാം. ഇതിനു പുറകിൽ നീയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സത്യമാണ്. എന്നെ നിന്റെ ആൾക്കാരുടെ കൂടെ വിട്. എൻ്റെ വീട്ടുകാരെ ദൂരെ നിന്നെങ്കിലും ഞാൻ കണ്ടോട്ടെ. ഇത് കേട്ട പ്രകാശ്, നന്ദനെ ഇവിടെ നിന്നും പുറത്തു പോകാനായിട്ട് പറ്റില്ലെന്നും ഇങ്ങനെ ഓരോ ഡയലോഗ് അടിച്ച് ഫുൾ ആരോഗ്യം കളയാൻ നോക്കേണ്ടെന്നും പറയുന്നു. അടുത്ത രംഗത്തിൽ അരുന്ധതിയും ദേവികയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് കാണിക്കുന്നത്. ഋഷിയെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട് അരുന്ധതി ദേവികയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഞാൻ അരുന്ധതിയാണെന്ന് പറയുമ്പോൾ സ്ക്രീനിൽ തെളിയും മേഡം, നമ്പറും പേരും ഒക്കെ. ഓ ആണോ? എന്തായാലും ദേവിക വക്രബുദ്ധിയുള്ള ആളാണെന്ന് മനസ്സിലായി.
മാഡം, ഞാനൊരു MLA ആണ്. അതിനുള്ള ബഹുമാനം എനിക്ക് കിട്ടിയിരിക്കണം. നിന്നെ MLA ആക്കിയത് ഞാനല്ലേ? അപ്പോൾ പിന്നെ എന്തു കാര്യം സാധിക്കാനും എന്നെ കൊണ്ട് സാധിക്കും. മാഡത്തിന് ഇപ്പോൾ എന്താ വേണ്ടേ? എനിക്ക് എൻ്റെ ഋഷിയെ തിരിച്ചു കിട്ടണം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ നന്ദുവിനെ തായോ? അറിയാലോ, പുതിയ മാഡമാണ് കേസ് അന്വേഷിക്കാനായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. വസുന്ധര മാഡം. അറിയാം, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ വിളിക്കുന്നത്. അരുന്ധതി. എങ്കിൽ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എനിക്ക് നന്ദുവിനെ കുറിച്ച് അറിയില്ല. എങ്കിൽ പിന്നെ എനിക്ക് ഋഷിയെക്കുറിച്ചും അറിയില്ല. ദേ, തീയോടെ നീ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തീയൊക്കെ കുറച്ച് വെള്ളമൊഴിച്ചാൽ കെട്ടുപോയിക്കോളും മാഡം. ഇതോടെ ഫോൺ വയ്ക്കുന്നു. അടുത്ത രംഗത്തിൽ കെവിനും ഐസക്കും തമ്മിലുള്ള തർക്കമാണ് കാണിക്കുന്നത്. ഐസക് സസ്പെൻഷനിലാണെന്നും ഇസബെല നാടുവിട്ടെന്നും അറിയുന്ന കെവിൻ പ്രകോപിതനാകുന്നു. കെവിൻ. സാർ, ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു. ഇസബെല്ലയെ അവിടെ കണ്ടില്ല. ഐസക്. നീ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോയത്? കെവിൻ. അല്ല, വേറൊരു കാര്യം അറിഞ്ഞിട്ട് അർജന്റായിട്ട് പറയാൻ വേണ്ടി പോയതായിരുന്നു. ഇത് കേട്ട ഐസക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നു. കെവിൻ. അല്ല, നന്ദന്റെ കേസ് അന്വേഷണം പുതിയ മാഡമാണ് ചാർജ് എടുത്തിരിക്കുന്നത്, വസുന്ധര മാഡം. ഐസക്. നിനക്ക് മുന്നേ ഞാനത് അറിഞ്ഞു. കെവിൻ. അതെങ്ങനെയാ സാർ? സാർ എന്താ യൂണിഫോം ഇല്ല, പോലീസ് ജീപ്പില്ല, എന്തുപറ്റി? ഐസക്. അതൊക്കെ തെറിച്ചു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തെറിപ്പിച്ചു. നിങ്ങളോട് അന്ന് ഞാൻ ലീവ് എടുക്കാൻ പറഞ്ഞതാ, എല്ലാം നിർത്താനായിട്ട്. എന്നിട്ട് കേട്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഒന്നുമില്ലാത്തവനെ പോലെ ഞാൻ നിൽക്കുകയാണ്. ലീവ് എടുത്തോളാൻ പറഞ്ഞ് 3 മാസത്തേക്ക് അവധി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇസബെല്ലയോ? ഐസക്. ഇസബെല്ലയെ കുറിച്ച് ഇനി നീ അന്വേഷിക്കേണ്ട. കെവിൻ. സാർ എന്താ ഈ പറയുന്നേ? ഐസക്. അതെ, ഇസബെല്ല ഒരുപാട് നാട് വിട്ടേക്കാം. പക്ഷേ സ്റ്റേറ്റ് വിട്ടേക്കാം, അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും പോയേക്കാം. അതുകൊണ്ട് അവളുടെ പുറകെ നീ പോകേണ്ട. അതെങ്ങനെ സാർ ശരിയാവുക? എല്ലാം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇസബെല്ലയല്ലേ? അവൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും കൂടെ നിന്നത്? എന്നിട്ടിപ്പോൾ അവസാനം എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൾ കടന്നു കളഞ്ഞോ? ഐസക്. അങ്ങനെയെങ്കിൽ അങ്ങനെ. താൻ ഇനി കൂടുതലൊന്നും ചോദിക്കേണ്ട. കെവിൻ. അതിന് സമ്മതിക്കില്ല ഞാൻ കുടുങ്ങിയാണെങ്കിൽ, എന്നെ അന്വേഷിച്ച് പോലീസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇസബെല്ലയെയും ഇതിനു ചുറ്റുമുള്ളവരെയും ഞാൻ കുടുക്കിയിരിക്കും. ഐസക്. ആണോ? എങ്കിൽ പിന്നെ കാണാം. കെവിൻ. കാണാം സാർ. അടുത്ത രംഗത്തിൽ ഋഷിയുടെ മുന്നിലേക്ക് ത്യാഗരാജനെ എത്തിക്കുന്ന തടവിലുള്ള ഋഷി മോചിതനായി യാചിക്കുമ്പോൾ പണത്തെക്കുറിച്ച് ചോദിക്കുന്ന പ്രകാശാണ് കാണിക്കുന്നത്. സർപ്രൈസ് അതിഥിയെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. പ്രകാശ്. എന്താടാ മോനെ? ഋഷി. പ്ലീസ് പ്രകാശ്, എന്നെ ഒന്ന് പുറത്തേക്ക് വിട്. പ്രകാശ്. അല്ല, നിന്റെ അമ്മയുടെ ക്യാഷൊക്കെ വരുന്നത് കമ്പനി അക്കൗണ്ടിലേക്കാണോ അതോ നിന്റെ അക്കൗണ്ടിലേക്കാണോ? അത് അമ്മയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണോ? ഋഷി. പ്രകാശ്, കാര്യം വെറുതെ വളച്ചൊടിക്കാതെ എത്ര രൂപ വേണമെന്ന് പറയൂ, എന്നിട്ട് സംസാരിക്കാം. ഇത് കേട്ട പ്രകാശ്. അതിനു പറ്റിയ ആളല്ല ഞാനല്ല, വേറൊരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് പരിചയമുള്ള കൂട്ടത്തിലാണ്. ദേ അവനെ വിളിച്ച്. ഗുണ്ടകൾ ത്യാഗരാജനെ പിടിച്ചു കൊണ്ടുവരുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.